കുറവുണ്ടെന്ന് പറയുന്നവൻ ഇനി ഒരു രക്ഷ പൂർണ്ണമല്ല, ഒരു രക്ഷ അല്ലെങ്കിൽ ഒരു സുവിശേഷം, ഒരു സദ്വാർത്ത, ഒരു സുവിശേഷം എന്തോ എനിക്ക് കേൾക്കാനുണ്ടെന്ന് പറഞ്ഞ് മുരിയാട്ടേക്ക് പോകുന്നവനോട് എനിക്ക് ഒറ്റ വാക്യം പറയാനുള്ളൂ. നീ ഇനി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം വായിക്കരുത്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഈ സത്യാത്മാവ് ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും, എന്നെ നയിക്കും. അല്ലേ? അപ്പസ്തോലന്മാർ ഈ രഹസ്യം വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരിൽ പരിശുദ്ധാത്മാവില്ല. കാരണം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ പൂർണ്ണത വെളിപ്പെട്ടിട്ടില്ല. വചനം എന്താ പറഞ്ഞ? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ വന്നപ്പോൾ അപ്പസ്തോലന്മാർ സത്യത്തിന്റെ പൂർണ്ണതയിൽ എത്തി. ഇനി സത്യത്തിന്റെ പൂർണ്ണത എവിടെയെങ്കിലും കുറവുണ്ടോ? ഇനി എന്തെങ്കിലും വെളിപ്പെടാനുണ്ടോ? ഇല്ല. ഇനി ഇവൻ പറയുകയാണ്, അല്ല 2005 പൊന്നാറയ്ക്ക് അത് വെളിപ്പെട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ സത്യാത്മാവ് അപ്പസ്തോലന്മാരിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പസ്തോലന്മാരിൽ സുവിശേഷം പൂർണ്ണമാണ്. സത്യത്തിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് മുഴുവൻ വെളിപ്പെട്ടു, അവരിത് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വെളിപ്പെടാനുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം അവൻ വായിച്ചാൽ അതവന് കെണിയാണ്. ഒന്നുകിൽ അവൻ പറയണം പരിശുദ്ധാത്മാവ് 2000 വർഷം മുമ്പ് വന്നിട്ടില്ല, ഇപ്പോഴേ വന്നിട്ടുള്ളൂ എന്ന് പറയണം. ഇല്ല, പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അപ്പസ്തോലന്മാരെ നയിച്ചു, അവരിത് പ്രഖ്യാപിച്ചു, അവരിത് വെളിപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. കാരണം വചനം വ്യക്തമായിട്ട് പറയുന്നു, സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പസ്തോലന്മാരിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊന്നിനും കുറവില്ല. നമുക്കൊരു കുറവുമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിച്ചോളണം. വീണ്ടും ഒരു വചനം വായിക്കുക, ഗലാത്യ ലേഖനം 4:4. കാരണം ഇവർ വചനം കൊണ്ടേ നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വചനം കൊണ്ട് തിരിച്ച് നമ്മൾ യുദ്ധം ചെയ്യാം. ഒത്തിരി വചനങ്ങൾ നിങ്ങളൊന്ന് വായിക്കും. ഗലാത്യ 4:4 വായിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. ഇത് ശ്രദ്ധിക്കണേ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഈ കാലസമ്പൂർണത എന്ന് പറഞ്ഞാലേ അവസാന കാലഘട്ടം എന്ന് പറയുന്ന സാധനം. അപ്പോൾ യേശു വന്നത് കാലസമ്പൂർണതയിലാണെന്ന് ഗലാത്യ ലേഖനം പറയുകയാണെങ്കിൽ അവസാന കാലഘട്ടത്തിലല്ലേ യേശു വന്നേ? അന്ത്യകാലഘട്ടം. അപ്പോഴല്ലേ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടെ? അല്ലേ? ഇനി എന്ത് സുവിശേഷം പുതിയത് വരാനുള്ളത്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാലസമ്പൂർണതയിൽ അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. ഇനി അടുത്തൊരു പ്രശ്നം കൂടി ഇവിടെ വരികയാണ്. താഴോട്ടുള്ള വചനം അത് തന്നെ വായിക്കാം, പൂർണ്ണമായിട്ട് വായിച്ചോ. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അവൻ ആരായിട്ടാണ് ജനിച്ചേ? നിയമം ആർക്കാണ് ബാധകം? ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത്. മോശയുടെ ന്യായപ്രമാണം ആർക്കാ ബാധകം? യഹൂദനല്ലേ ബാധകമാണെന്ന്? വിജാതിയർക്ക് ബാധകമാണോ? യഹൂദന്റെ ന്യായപ്രമാണം വിജാതിന് ബാധകമല്ല. അപ്പം ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ക്രിസ്തു വന്നത്. അതല്ല വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുരിയാട് വന്ന ക്രിസ്തു യഹൂദനാണോ? അല്ലെങ്കിൽ യഹൂദനായിരിക്കണ്ടേ? ജന്മം കൊണ്ട് അവൻ യഹൂദനായിരിക്കണ്ടേ? കാരണം വചനം പറഞ്ഞിരിക്കുന്നത് ഇത് 2ാം വരവിനെ കുറിച്ചാണ് അവർ പറയുന്നത് എന്ന് അവർ പറയാണ്. അതായത് അവസാന കാലഘട്ടം ഇവിടെ വചനം ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ്. ഇവർ ഈ വചനത്തെ വേറെ രീതിയിൽ എടുക്കുന്നുണ്ട്. ഈ ജിജോക്ക് എൻ്റെ അടുത്ത് വാദിച്ചിട്ടുണ്ട്. അതായത് കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജാതനായതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു 2000 വർഷം മുമ്പ് സ്ത്രീയിൽ നിന്ന് ജാതനായതിനെ കുറിച്ചല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ സ്ത്രീയിൽ നിന്ന് ജാതനാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം മുരിയാട് വന്ന യേശുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയിൽ നിന്ന് ജാതനായി. അപ്പോൾ 2000 വർഷം മുൻപ് സ്ത്രീയിൽ നിന്ന് ജാതനാകണം, ഇവിടെയും മുരിയാടും സ്ത്രീയിൽ നിന്ന് ജാതനാകണം. അതിനെയാണ് ഈ വചനം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാദിച്ചുകൊണ്ട് വന്നേക്കുന്നവനാണ് ഈ ജിജോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവനങ്ങനെയാണെങ്കിൽ യഹൂദനാകണം. അപ്പോൾ ആ സ്ത്രീ യഹൂദ സ്ത്രീ ആയിരിക്കണം, അതിൻ്റെ ഹസ്ബൻഡ് യഹൂദനായിരിക്കണം. അപ്പോൾ പിന്നെ ഈ സിയോനുമായിട്ട് അവർക്ക് എന്താ ബന്ധം? അപ്പോൾ അത് അവിടെയല്ലേ ബന്ധം വരത്തുള്ളൂ. വീണ്ടും പ്രശ്നം വരിക. ഇനി അവൻ നിയമത്തിന് വിധേയനായി ജീവിക്കണം. യഹൂദ പശ്ചാത്തലത്തിൽ അവൻ 33 വർഷം ജീവിക്കണം. ഈ മുഴുവൻ പ്രശ്നം അവിടെ കടന്നു വരിക. ഇത് മുഴുവൻ, അതായത് ഓരോ വചനത്തെയും അവരെന്ത് ചെയ്യുക? അവർ നേരെ തിരിച്ചൊടിക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾ വിചാരിക്കണം ഇതൊക്കെ ഞങ്ങളിപ്പോൾ പഠിച്ചിട്ട് എന്തിനാ? അവസാന കാലഘട്ടത്തിൽ എവിടെയൊക്കെ വഴി തെറ്റിക്കാൻ പറയുന്നത് പറയാൻ പറ്റത്തില്ല. നാളെ നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങളുടെ സഹോദരനൊരാൾ ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചു പറയാൻ നിങ്ങൾ കെൽപ്പുള്ളവരായിരിക്കണം. അപ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം, നമ്മുടെ മുമ്പിലുണ്ടാകണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കണം. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ടിൻ്റെ ഒരു ഫോട്ടോ ഫോണിലെടുത്ത് വെക്കണം. ഈ ആശയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. വാക്യങ്ങളായിരിക്കും നമുക്ക് ഓർമ്മയില്ലാത്തത്. ആ വാക്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം മുഴുവൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കാലസമ്പൂർണത എന്നോ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞു വന്ന ഉഡായിപ്പ് അവിടെ തീരും. ഈ ഒരു ഗലാത്യ ലേഖനം 4:4 അവസാനിക്കും. വീണ്ടും അപ്പസ്തോല പ്രവൃത്തി 20:27.
എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്നോ ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ദൈവത്തിന്റെ ഹിതം ഞാൻ മുക്കാഭാഗം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി, ഇനി അവസാന കാലത്ത് ഒരു സാധനം വെളിപ്പെടുത്താനുണ്ട്. അങ്ങനെയാണോ പൗലോസ് പറഞ്ഞേ? ആണോ? ആ വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, നിങ്ങളുടെ ബൈബിളൊന്ന് വായിച്ചു നോക്കിയേ. എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഞാൻ ഒരു സെക്കൻഡ് പോലും മാറി നിന്നിട്ടില്ല, വർഷങ്ങളോളം. അത് എഫേസ്യസിലെ സംഭവമാണ് പറയുന്നത്. ഞാൻ 3 വർഷം അവിടെ താമസിച്ചു. ദൈവത്തിന്റെ ഹിതം ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഒരു സെക്കൻഡ് പോലും ഞാൻ പിന്മാറിയില്ല. മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെളിപ്പെടാനുണ്ടോ? അവസാന കാലഘട്ടത്തിൽ ഇനി എന്തെങ്കിലും സുവിശേഷം ഉണ്ടോ? വെളിപ്പെടാനുള്ള സുവിശേഷം വല്ലതുണ്ടോ? ഇല്ല, മുഴുവൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 1:7 വായിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇവിടെ രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ കൃപയുടെ സമൃദ്ധി, കൃപയ്ക്ക് ഇനി എവിടെയെങ്കിലും കുറവുണ്ടോ നമുക്ക്? അപ്പോസ്തലൻ പറയാണ്, ആ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ സമൃദ്ധി നിന്നിലുണ്ട്. ഇനി നിനക്ക് വല്ല കുറവുണ്ടോ? കൃപയ്ക്ക് വല്ല കുറവുണ്ടോ? എന്തെങ്കിലും നിനക്ക് ഇനി ലഭിക്കാനുണ്ടോ? ഒന്നുമില്ല. ആ കൃപയുടെ സമൃദ്ധി നിന്നിൽ വന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കൊളോസ്യ ലേഖനം 1:6 വായിക്കാം. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5 വാക്യത്തിൽ ഇത് പൂർണ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് വായിച്ചു പോകാം. 1:9 വായിക്കുമ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ വിരമിച്ചിട്ടില്ല. നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനത്തിലും ആത്മീയ അറിവിലും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൂർണ്ണമായ അറിവിന് അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ പൂർണ്ണമായ അറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 6-ാം വാക്യം നമ്മൾ വായിച്ചെന്തായിരുന്നു? നിങ്ങളുടെ സുവിശേഷം ശ്രവിക്കുന്നതിൽ സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ. അത് പാസ്റ്റ് ടെൻസിൽ, അതായത് പൂർണ്ണമായി മനസ്സിലാക്കിയൊരു നാളുണ്ട്, പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു എന്നല്ല അതിനർത്ഥം. ഓക്കെ, ഇനി അതിൻ്റെ 23-ാം വാക്യം വായിക്കാം. 14 വായിക്കും. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അതായത് അവനിൽ നമുക്ക് രക്ഷയും പാപമോചനവും ഉണ്ട്. അപ്പോൾ അതും പൂർണ്ണമാണ്. ഇനി രക്ഷയ്ക്ക് എവിടെയെങ്കിലും കുറവുണ്ടോ? ഒന്നും കുറവില്ല. വീണ്ടും ഇനി 23-ാം വാക്യം വായിക്കുമോ? എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായി ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. അതായത് യേശുവിൻ്റെ സുവിശേഷം സകല ജനത്തോടും പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ ആരാ പ്രഖ്യാപിച്ചോടെ? പൗലോസ് പ്രഖ്യാപിക്കുക. അതായത് ഇനി എന്തെങ്കിലും സുവിശേഷം പ്രഖ്യാപിക്കാനുണ്ടോ? വെളിപ്പെടുത്താനുണ്ടോ? ഇല്ല. അതാണ് വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം, കാരണം നിങ്ങൾ കേട്ട സുവിശേഷമില്ലേ, അത് പൂർണ്ണമാണെന്ന്. അത് എല്ലാ ജനത്തോടും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പൗലോസാ പറയുന്നത്. ഇനി പുതിയതായ ഒരു സുവിശേഷം പ്രഖ്യാപിക്കാനുണ്ടോ? ഇല്ല. നിങ്ങളൊന്നുകൂടി വായിച്ചോ, ആ വചനം വായിച്ചോ. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം, അതായത് അതേ സുവിശേഷം, അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷം, അവർ പ്രഖ്യാപിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇനി കൂടാരത്തിൽ ഒരുവൻ വന്നാൽ നിങ്ങൾ അതിൽ നിന്നും വിട്ടുപോയി വേറൊരുത്തിലേക്ക് നിലനിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കേട്ടതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ നിൽക്കണം. മറ്റൊന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ചാടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കേട്ടത് പൂർണ്ണമാണ്, അതിലൊരു കുറവുമില്ല. വീണ്ടും പറയാ, ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശത്തിന് കീഴിലെ സകല ജനത്തോട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ സുവിശേഷം. ഇനി പ്രഖ്യാപിക്കാൻ പുതിയൊരു സുവിശേഷം ഇല്ല. അപ്പസ്തോലന്മാരോട് പറഞ്ഞ സുവിശേഷമേ, അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷമേ ഇവിടെ ഉള്ളൂ. ഇനി പാടുള്ളൂ. ഇനി മറ്റൊരു സുവിശേഷം ഇല്ല. അതാ പൗലോസ് പറഞ്ഞ്, ഞങ്ങൾ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ തന്നെയോ ഇടുക്കിയിൽ നിന്നും ഒരു പൊന്നാറ തന്നെയോ വന്ന് പ്രഖ്യാപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ പൊന്നാറ ആരാണ്? ദൈവവചനം പറയാണ് അവൻ ശപിക്കപ്പെട്ടവനാണ്. കാരണം ഈ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രഖ്യാപിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്ന ആരാ? പൗലോസ് ദൈവാത്മാവിൽ പറഞ്ഞ വാക്യോ ഞാൻ വിളിച്ചു പറയുന്നത്. എനിക്കതിനകത്ത് ഭയമൊന്നുമില്ല. അവൻ ശപിക്കപ്പെട്ടവനാ. ഏതോ വണ്ടിയുടെ അടി കിടന്ന് തീർന്നു, അതിനെ പറയുന്നത് കൊന്നു എന്ന് പറയുന്നത്. രക്തസാക്ഷി. എന്താ പറയുക? ഞാനിനി വണ്ടിയുടെ അടി തീരാണെന്നുണ്ടെങ്കിൽ
സന്തോഷമേ ഉള്ളൂ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ. ഇത് ശ്രദ്ധിക്കണേ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നിങ്ങൾ വായിച്ചോ, നിങ്ങളുടെ ബൈബിളിൽ വായിച്ചോ. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു രഹസ്യത്തെക്കുറിച്ച് വീണ്ടും പറയുക. അത് വെളിപ്പെടാത്ത രഹസ്യമായിരുന്നു, മറഞ്ഞിരുന്ന രഹസ്യമായിരുന്നു. യുഗങ്ങൾ, യുഗാന്തരം, തലമുറകളോളം മറഞ്ഞിരുന്ന രഹസ്യമായിരുന്നു. ആ രഹസ്യം എന്ത് ചെയ്തു? യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന സുവിശേഷമാകുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി. അപ്പോസ്തലനായ പൗലോസിലൂടെ, പത്രോസിലൂടെ, സുവിശേഷകരിലൂടെ അത് പ്രഖ്യാപിച്ചു. ഇനി പുതിയൊരു സുവിശേഷം ഉണ്ടോ? പുതിയൊരു സദ്വാർത്തയുണ്ടോ? ഇനി പ്രഖ്യാപിക്കപ്പെടാൻ വേറെ എന്തെങ്കിലും പുതിയതുണ്ടോ? ഒന്നുമില്ല. സകലതും പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്നിട്ട് അവൻ വന്നിട്ട് പറയും, അങ്ങനെയല്ല, ഇനി പുതിയതൊന്ന് വരാനിരിക്കുന്നു, പുതിയതൊന്ന് വരാനിരിക്കുന്നു. ശരീരം ധരിച്ച് യേശു വരുന്നു. അതിനവർ ഉപയോഗിക്കുന്ന ഒരു വാക്യം കൂടി വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം. യോഹന്നാൻ്റെ ലേഖനം 2 John chapter 1 verses 7. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് അവരെ കുറിച്ചാണ് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ അവർ നേരെ തിരിച്ച് ഇത് നമ്മളെ കുറിച്ചാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അവർ പറയുന്ന ആശയം ഞാൻ പറഞ്ഞുതരാം, വായിച്ചോ. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് അംഗീകരിക്കാത്തവരാരാ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മുരിയാട് യേശു ശരീരം ധരിച്ചു വന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? യേശു ശരീരം ധരിച്ചു വന്നു, മുരിയാട് വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഉറപ്പല്ലേ? ഇനി നിങ്ങൾ വചനം വായിച്ചേ. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. അപ്പൊ നിങ്ങൾ ആരാ? വഞ്ചകരും. അതേ ഞാൻ പറയത്തുള്ളൂ, അടുത്ത വാക്ക് ഞാൻ പറയില്ല. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു നിങ്ങൾ അംഗീകരിച്ചോ? മുരിയാട് വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് വഞ്ചകരും എന്ന് അവര് പറയുന്നത്. ബൈബിൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവന് അതൊരു പ്രശ്നമല്ലല്ലോ. ശരി, അയ്യോ കഴിഞ്ഞു, അതോടുകൂടി തീർന്നു. അതോടുകൂടി വണ്ടിയും എടുത്ത് ബൈബിൾ എടുത്ത് നേരെ മുരിയാട്ടേക്ക് ഓടുക. യേശു ശരീരം ധരിച്ചു വന്നു, ദേ നിങ്ങളുടെ ബൈബിളിൽ കിടക്കുക. ഇത് നീ അംഗീകരിച്ചില്ലെങ്കിൽ നീ വഞ്ചകനും അന്തിക്രിസ്തുവിൻ്റെ ആളും. ഇത് പറയുന്നിടത്തോടുകൂടി ക്രിസ്ത്യാനി, ബൈബിൾ അറിയാൻ പാടില്ലാത്ത ക്രിസ്ത്യാനി വാലും പൊക്കി പിടിച്ചിട്ട് ഓടുക മുരിയാടേക്ക്. ഈ ലേഖനം എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? യോഹന്നാൻ 2000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്നതാ. യോഹന്നാൻ ഇത് എഴുതാനുള്ള കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചറിയാം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശു ക്രിസ്തു ഒരു മനുഷ്യ ശരീരത്തിൽ വന്നു എന്ന് അവർ വിശ്വസിക്കാത്ത നോയിസ്റ്റിക് ചിന്താഗതിക്കാർ, ജ്ഞാനവാദം എന്ന് പറയും, ജ്ഞാനവാദം, അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് വന്നു കഴിഞ്ഞു. അത് പ്രബലപ്പെടുന്ന 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ലിമിറ്റഡ് പഠനങ്ങൾ തുടങ്ങി. അങ്ങനെയുള്ള ആളുകൾ പഠിക്കാൻ തുടങ്ങി, യേശു ദൈവത്തിനൊരിക്കലും മനുഷ്യനായിട്ട് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് യേശു മനുഷ്യ ശരീരത്തിലൊന്നല്ല വന്നത്, അതൊരു ദൂതൻ്റെ ശരീരമായിരുന്നു. ഒരു ദൂതൻ്റെ രൂപത്തിൽ നമുക്ക് കാണപ്പെട്ടു എന്നേ ഉള്ളൂ, നമുക്കങ്ങനെ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ വാനിഷായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പഠനങ്ങൾ കൊണ്ടുവന്ന നോയിസ്റ്റിക് പ്രസ്ഥാനം ശക്തമായി യോഹന്നാൻ്റെ സഭയിൽ കയറിയപ്പോൾ ആ സഭയിലേക്ക് യോഹന്നാൻ ലെറ്റർ അയച്ചു. ആ പറഞ്ഞുകൊണ്ട് വരുന്നവൻ അന്തിക്രിസ്തുവാ, നീ അത് എഴുതി വെച്ചോ, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് പറയുന്നവൻ മാത്രമേ വിശ്വാസിയുള്ളൂ, അല്ലാത്തവൻ, അതിനെ അംഗീകരിക്കാത്തവൻ അന്തിക്രിസ്തുവാ. യേശു ശരീരം ധരിച്ചു വന്നു, യേശു ശരീരം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇത് 2000 വർഷം മുൻപ് വന്നു എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലാതെ ഇന്ന് മുരിയാട് വന്നു എന്നല്ല. 2000 വർഷം മുൻപ് അവൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ജാതനായി ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് 33 വർഷക്കാലം ഏറ്റവും കുറച്ച് ആളുകളെ മാത്രം കണ്ട്, പക്ഷേ അവൻ ലോകം മുഴുവൻ കീഴടക്കി സകല ജനത്തിനെയും അധികാരിയായി, അവൻ ഇരുമ്പ് ദണ്ട് കൊണ്ട് ധരിക്കാനുള്ളവനായി, അവൻ മേലങ്കി കൊണ്ട് അവൻ വരുന്നവനായി, അവൻ രാജാതിരാജനായി, കർത്താതികർത്താതനായി, സകല അധികാരത്തിനെയും മീതെയുള്ളവനായി. യേശുവല്ലാതെ, ആ ക്രിസ്തുവല്ലാതെ മറ്റൊരുവനുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ വിശ്വാസത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇനി അതിനെ തകർക്കാൻ ഒരുത്തരും സാധിക്കത്തില്ല. ഒരു മുരിയാടുകാരനും വരണ്ട, ഒരു കൂടാരവും വരുന്നുണ്ട, ഒരു എംബറുകാരനും നമ്മുടെ അടുത്തോട്ട് വരണ്ട. ഇനി പുതിയൊരു സുവിശേഷമുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വരുന്നവൻ ഈ വീഡിയോയ്ക്ക് മറുപടി കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ വചനത്തിലൂടെ മറുപടി തന്നിട്ട് വേണം വരാനായിട്ട്. നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല എല്ലാ വിഷയവും. നമ്മുടെ മുമ്പിൽ വരും. ഇനി
ഞാൻ പറഞ്ഞത് വെറുതെ ഒരു വീട്ടിലല്ല, എൻ്റെ വീട്ടിലും വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിട്ടു പോട്ടെ എന്ന് വെച്ച്. പക്ഷെ പിറ്റേ ദിവസം നമ്മുടെ മേരി അമ്മച്ചിയുടെ അടുത്ത് വന്നു. അതായത് റിനോൻ്റെയും ഡിനോൻ്റെയും വീട്ടിൽ വന്നു. എനിക്ക് അതിനകത്താണ് എൻ്റെ കലിപ്പ് കൂടിയത്. കാരണം ഏറ്റവും കൂടുതൽ ഇതിന് ശക്തമായിട്ട് പ്രതികരിച്ചൊരു വ്യക്തിയാണ് റിനോ ബ്രദർ. റിനോ ബ്രദറിൻ്റെ കയ്യിൽ ഒരു നോട്ട് തന്നെ ഉണ്ടായിരുന്നു എംബറിൻ്റെ പഠനത്തിനെതിരെ. അത്രയും ശക്തമായിട്ട് പറഞ്ഞൊരു വ്യക്തിയുടെ കുടുംബത്തിൽ ഇവൻ കയറിയെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല. ഇനി വീണ്ടും ഇനി കൊന്നാലും കഴുത്ത് പോയാലും തീർത്താലും കുഴപ്പമില്ല, ഞാൻ ശക്തമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്.